അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസാധാരണത്തെക്കുറിച്ചായിരുന്നു ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ചർച്ചാ വിഷയം പ്രവാചകൻ്റെ അസാധാരണ മുടി അഥവാ ഹൃദയവും ഇതിനെ സംബന്ധിച്ചാണ്. ഹൃദയത്തെക്കുറിച്ചും മുടിയെക്കുറിച്ചും. അതിലെന്ത് അസാധാരണത്വമുണ്ട്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനായിരുന്നു എന്നതിന് മതിയായ തെളിവാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മലക്കുകൾ നടത്തിയ ഓപ്പറേഷൻ. ഒരു അസാധാരണ മനുഷ്യനാണ് എന്നതിന് തെളിവാണ്. പൈശാചികമായ ബാധ ഭാവിയിൽ ബാധിക്കാനുള്ള വല്ല പഴുതുകളും അവശേഷിക്കുന്നുവെങ്കിൽ അത് മുഴുവനും കൊട്ടിയടച്ചുകൊണ്ടുള്ള ദൈവികമായ ഓപ്പറേഷനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നത്. ഹദീസ് വിവരിക്കുന്നുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, കുട്ടികളോടൊപ്പം കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന നബിയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നബിയെ പിടിച്ചു കിടത്തി. നബിയുടെ നെഞ്ചുകീറി ഹൃദയം പുറത്തെടുത്തു. ഹൃദയത്തിൽ നിന്നും ഒരു ചോരക്കട്ട പുറത്തെടുത്തുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇത് നിങ്ങളിൽ പിശാചിൻ്റെ അംശമാണ്. ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം ഒരു സ്വർണ്ണത്തളികയിലിട്ട് സംസം വെള്ളം കൊണ്ട് കഴുകി ശുദ്ധിയാക്കി യഥാസ്ഥാനത്തു തന്നെ അത് വെച്ച് ഹൃദയം കൂട്ടുകയും ചെയ്തു. അപ്പോൾ ഇത് കണ്ട കുട്ടികൾ നബിയുടെ പോറ്റുമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് മുഹമ്മദ് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു. ഉടനെ അവർ നബിയുടെ അടുത്ത് വന്ന് അപ്പോൾ നബിയിൽ എന്തോ ഭാവപ്പകർച്ച ഉണ്ടായിരുന്നു. അനസ് റളിയല്ലാഹു പറഞ്ഞു, ആ ഓപ്പറേഷൻ നടത്തിയ തുന്നിൻ്റെ അടയാളം ഞാൻ നബിയുടെ നെഞ്ചത്ത് കാണുകയുണ്ടായിരുന്നു. മുസ്ലിം 1-ാം വാള്യം 92. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പത്തിലെ അസാധാരണ കുട്ടിയായിരുന്നു എന്നാണല്ലോ ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. ആർക്കും ഇതുവരെ നടത്തപ്പെടാത്ത ദൈവികമായ ഒരു ഓപ്പറേഷൻ നടത്തി പൈശാചിക ബാധാംശം നീക്കിക്കളഞ്ഞു സംസം വെള്ളം കൊണ്ട് കഴുകി ശുദ്ധിയാക്കി വെക്കുക. ഇതിനെല്ലാം കാർമ്മികത്വം വഹിച്ചതാവട്ടെ ജിബ്രീൽ അലൈഹിസ്സലാം. ഇതെല്ലാം തന്നെ ആ കുട്ടി സാധാരണ കുട്ടിയല്ലെന്നതിൻ്റെ മതിയായ രേഖ തന്നെയാണ്. അരുതാത്തതൊന്നും സംഭവിക്കാൻ ഇടവരുത്തുകൂടാ. ഒരു അസാധാരണ കുട്ടിയായതുകൊണ്ടല്ലേ അള്ളാഹു ഇക്കാര്യം ചെയ്യിപ്പിച്ചത്. ഇനി ശാരീരികമായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ പരിശോധിച്ചാലും നബി അസാധാരണക്കാരനാണെന്ന് മനസ്സിലാക്കാം. ആദ്യമായി നബിയുടെ മുടിയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയുടെ മുടി നീക്കം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സഹാബത്ത് നബിക്ക് ചുറ്റും നടക്കുന്നതായി ഞാൻ കണ്ടു. അവരുടെ കയ്യിൽ നബിയുടെ മുടി വീഴുക എന്ന ലക്ഷ്യമല്ലാതെ മറ്റൊന്നും അവർക്കുണ്ടായിരുന്നില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയുടെ അസാധാരണത്വം മനസ്സിലാക്കിയത് കൊണ്ടല്ലേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി മുറിക്കുമ്പോൾ സഹാബത്ത് ചുറ്റിലും നിന്ന് മുടി കയ്യിലാക്കാൻ ശ്രമിക്കുന്നത്. സഹാബത്ത് തന്നെ ഇക്കാര്യം വ്യക്തമാക്കുന്നത് കാണുക. ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിനോട് എൻ്റെ അടുക്കൽ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം വഴി ലഭിച്ച നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുടിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയുടെ മുടിയിൽ നിന്നും ഒരു മുടി എൻ്റെ അടുക്കൽ ഉണ്ടായിരിക്കുക എന്നത് ഈ ദുനിയാവ് മുഴുവനും എനിക്കുണ്ടാകുന്നതിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് ബുഖാരിയിലുണ്ട്. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി സാധാരണ മുടിയല്ലെന്നും ഈ ലോകവും അതിനുള്ള സർവ്വവും കൂടിയാലും നബിയുടെ ഒരു മുടിയോട് കിടപിടിക്കാനാകില്ലെന്നും ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിക്ഷണം ലഭിച്ച സ്വഹാബത്താണ് ഇത് പറയുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക. ഇത് അംഗീകരിച്ചു കൊണ്ട് തന്നെയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി നീക്കിയ ശേഷം വിതരണത്തിനായി അവിടെ നിന്ന് കൽപ്പിച്ചത്. പ്രസ്തുത ഹദീസ് മുമ്പ് ഞാൻ വിവരിച്ചിട്ടുണ്ടാവും. എന്നിട്ടും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയെ ബഹുമാനിക്കുന്നത്, അതിനെ നിരാശപ്പെടുത്തുന്നത് വേദനാജനകമാണ്. ജഫർ റളിയല്ലാഹു അൻഹു പറയുന്നു, യർമൂക്ക് യുദ്ധത്തിൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഒരു തൊപ്പി നഷ്ടപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എൻ്റെ തൊപ്പി അന്വേഷിക്കുക. അവർക്കത് കിട്ടിയില്ല. വീണ്ടും അവർ അന്വേഷിച്ചപ്പോൾ അവർക്കത് ലഭിക്കുകയും ചെയ്തു. അതൊരു പഴയ തൊപ്പിയായിരുന്നു. അപ്പോൾ ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ കഴിഞ്ഞ് മുടി നീക്കിയപ്പോൾ അവിടുത്തെ തലയുടെ ചുറ്റുഭാഗത്തുള്ള മുടി ലഭിക്കാൻ ജനങ്ങൾ മത്സരിച്ചു. അങ്ങനെ നബിയുടെ മൂർധാവിലുള്ള മുടിക്ക് ഞാൻ ജനങ്ങൾക്ക് മുൻകടന്നു. ഞാൻ ആ മുടി എൻ്റെ ഈ തൊപ്പിയിൽ തുന്നിപ്പിടിപ്പിച്ചു. അത് കാരണം ഒരു യുദ്ധത്തിലും എനിക്ക് വിജയമല്ലാതെ നൽകപ്പെട്ടിട്ടില്ല. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു മുടി തൊപ്പിയിൽ തുന്നിപ്പിടിപ്പിച്ചത് കാരണമാണ് ഖാലിദ് റളിയല്ലാഹു അൻഹു എല്ലാ യുദ്ധങ്ങളിലും വിജയം വരിക്കാനാകുന്നത് എന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹു തന്നെ സമ്മതിക്കുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി സാധാരണ മുടിയല്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന അവസരത്തിൽ പോലും അതൊന്നും ശ്രദ്ധിക്കാതെ നബിയുടെ മുടി വച്ച് പിടിപ്പിച്ച തൊപ്പി അന്വേഷിക്കുന്ന തിരക്കിലായിരുന്നു മഹാനെന്ന് വരുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയുടെ അസാധാരണത്വം പരസ്യമായി അംഗീകരിക്കുന്നതോടൊപ്പം അതിന് എത്രമാത്രം സ്ഥാനവും പദവിയുമാണ് സ്വഹാബത്ത് നൽകിയത് എന്ന് ബുദ്ധിയുള്ളവർക്ക് ഊഹിക്കേണ്ടതേ ഉള്ളൂ. അള്ളാഹു ആ നബിയെ പിൻപറ്റി ജീവിച്ച് ആ നബിയോടൊന്നിച്ച് സ്വർഗ്ഗത്തിൽ ഉല്ലസിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.